ദേശീയ സ്കൂൾ ഗെയിംസിൽ പങ്കെടുക്കാൻ കേരളത്തിൽ നിന്ന് ഡൽഹിയിലെത്തിയ കായിക താരങ്ങളോട് കടുത്ത അവഗണനയെന്ന് പരാതി. താരങ്ങൾക്ക് താമസ സൗകര്യം ഒരുക്കുന്നതിലും മത്സരവേദികളിൽ എത്തിക്കുന്നതിലും വീഴ്ചയുണ്ടായി എന്നാണ് പരാതി. കേരളത്തിൽ നിന്ന് ഡൽഹിയിലെത്തിയ 63 ജിംനാസ്റ്റിക് താരങ്ങളും കോച്ചും ഉൾപ്പെടെയുള്ളവരാണ് ദുരിതത്തിലായത്. ഇന്നലെ ഉച്ചയ്ക്ക് ഡൽഹിയിലെത്തിയ സംഘത്തിന് താമസ സൗകര്യം ഒരുക്കുന്നതിൽ വീഴ്ച സംഭവിച്ചു. റെയിൽവേ സ്റ്റേഷനിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി രാത്രി 9 മണിക്കിറങ്ങിയ സംഘത്തിന് സംഘാടകർ ഒരുക്കിയ വാഹനം വന്നതാകട്ടെ പുലർച്ചെ 3 മണിക്ക്. കൃത്യമായ ഭക്ഷണം പോലും ലഭിക്കാതെ സംഘം വലഞ്ഞു. ഒരു ബസ്സിൽ ഇത്രയും പേര് ഒരുമിച്ച് കയറ്റി വിടുമായിരുന്നു. തെങ്ങി നിറഞ്ഞ് അഡ്ജസ്റ്റ് ഞങ്ങൾ പോയി. കൂടെ ആരുമില്ലായിരുന്നു. സാറിന് നാഷണൽ സപ്പോർട്ട് സമയത്ത് ലൈസൻസ് ഓഫീസർ കൂടെ ഉണ്ടാവും, മറ്റാരുമില്ലായിരുന്നു. ബസ്സിന് പോയി നമുക്ക് ഹോട്ടൽസിൻ്റെ ലിസ്റ്റ് തന്നായിരുന്നു. അവിടെ പോയി നോക്കുമ്പോൾ അവിടെ ഹോട്ടൽ റൂം ആരും ബുക്ക് ചെയ്തിട്ടില്ലെന്ന് പറയുന്നത്. അപ്പോൾ ഇവരെ കൊണ്ട് റോട്ടിലായിരുന്നു. സ്റ്റേറ്റ് സ്പോർട്സ് ഓർഗനൈസർ ഹരീഷ് സാർ ബന്ധപ്പെട്ടുകൊണ്ട് ബദൽ സംവിധാനം ഒരുക്കിയിരുന്നു. അപ്പോൾ നാനാഭാഗത്തും വെളിയവർക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് ഒരു 4-5 പേര് ഓടി വരികയും ഇന്ന് കാലത്ത് 3 മണിയോടെ നമ്മളെ റൂമിലേക്ക് എത്തുക ചെയ്തു. ഇന്നലെ രാത്രി കുട്ടികൾ ഫുഡ് കഴിച്ചിട്ടില്ല. രാവിലെ മത്സരവേദിയിലേക്ക് ഇറങ്ങിയപ്പോഴും ഇതേ ബുദ്ധിമുട്ട് അനുഭവിച്ചു. 9 മണിക്ക് എത്താമെന്നറിയിച്ച വാഹനം ഇല്ലാതായതോടെ കായിക താരങ്ങൾ കിലോമീറ്ററോളം നടന്ന് ടാക്സിയിലും ഓട്ടോയിലും കയറിയാണ് മത്സര സ്ഥലത്തെത്തിയത്. സത്യം പറഞ്ഞാൽ വിശ്രമം അറിയാൻ ഒന്നും കിട്ടിയില്ല. രാത്രി 3 മണിക്കാണ് അവിടെ റൂമിന് കിട്ടിയത്. അവിടെ ബസ്സിൽ കുറച്ചു നേരമില്ല, മണിക്കൂറോളം നിന്ന് അവിടെ തണുപ്പത്ത് പുറത്ത് നിന്ന് അങ്ങനെയൊക്കെ തന്നെ. പിന്നെ 3 മണിക്കാണ് റൂമൊക്കെ കിട്ടിയത്. അപ്പം നമ്മുടെ ബെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെതായ റെസ്റ്റ് വേണമല്ലോ. അപ്പം അതിൻ്റെതായ ഫെസിലിറ്റീസ് നമുക്ക് കിട്ടിയിട്ടുമില്ല. അപ്പോൾ അതിൻ്റെ ഞങ്ങൾക്ക് ശരിക്കും നല്ല സങ്കടമുണ്ട്. പ്രോപ്പർ റെസ്റ്റ് ഇല്ലാണ്ട് കുട്ടികൾക്കൊന്നും ഇപ്പോൾ വയ്യാണ്ടായിട്ടുണ്ട്. ഇന്നലെ രാത്രി ഫുള്ളാ മഞ്ഞത്ത് ഇങ്ങനെ രാത്രി ഫുൾ നിന്നിട്ടാണ് നമുക്ക് 3 മണിക്കാണ് ഹോട്ടൽ റൂം അവൈലബിൾ ആയത്. എന്നിട്ടും ബാക്കി ഫ്രഷൊക്കെ ആയി നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കിടന്നത്. ഫുൾ പ്രോപ്പറായിട്ടൊന്നും ഇവർ അലൗട്ട് ചെയ്തിരുന്നില്ല. ട്രെയിനിൽ ഒരു സീറ്റിൽ 2 പേർ ഇരുന്നാണ് സംഘം കേരളത്തിൽ നിന്ന് ഡൽഹിയിലെത്തിയത്. കേരളത്തിന് പുറത്ത് നിരവധി മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് ഇത്തരമൊരു അവഗണനയെന്നാണ് താരങ്ങൾ പറയുന്നത്. മെഡൽ നേടുമ്പോൾ അഭിനന്ദിക്കാൻ ഓടിയെത്തുന്നവർ അടിസ്ഥാന സൗകര്യം പോലും നിഷേധിച്ചിരിക്കുകയാണ് ഭാവി താരങ്ങൾക്ക്. ഡൽഹിയിൽ നിന്ന് നിതിൻ അംബുജൻ, 24.